മലബാറിലെ തീയ സമുദായത്തെ CPM കൊലയാളികളാക്കിയെന്ന പ്രസംഗം ഈഴവ വിരുദ്ധം അല്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി റിപ്പോർട്ടറിനോട്. ആ രീതിയിൽ പ്രചാരണം നടത്തുന്ന ഇടത് പ്രൊഫൈലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കി മുസ്ലിം സമുദായത്തെ AK ബാലൻ അപകടകാരികളാക്കി ചിത്രീകരിക്കുകയാണ്. ബാലൻ പറഞ്ഞതിനെ മുഖ്യമന്ത്രി ശരിവെക്കുന്നത് ആസൂത്രിതമാണെന്നും KM ഷാജി പറയുന്നു. ഈഴവ സമുദായം എന്ന് മാത്രമല്ല ഒരു സമുദായത്തെയും അവഹേളിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. എൻ്റെ പ്രൊഫൈലിൽ എവിടെ തപ്പിയാൽ അത് ഒരാൾക്കും കാണാൻ കഴിയില്ല. ഞാൻ എന്തായാലും അതിൽ കേസ് കൊടുക്കാൻ പോവാണ്, സൈബർ കേസ് കൊടുക്കാൻ പോവാണ്. അത് ഇടതുപക്ഷ പ്രൊഫൈലുകളാണ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ തെക്കൻ കേരളത്തിൽ ഈഴവ സമുദായം സമുദ്ധരിക്കപ്പെടുന്നതിൻ്റെ പിറകിൽ SNDP ആണ്. മലബാറിലേക്കൊക്കെ വരുമ്പോൾ ആ സമുദായത്തെ അത്തരത്തിൽ പുരോഗമനത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തിയതിൽ CPMന് വലിയ പങ്കുണ്ടെന്നാണ്. അത് ഈഴവ സമുദായത്തിന് വേണ്ടിയുള്ള വാദമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ഹൈലൈറ്റ് ചെയ്യുക വഴി മുസ്ലിം സമുദായം മുഴുവൻ സൂക്ഷിക്കപ്പെടേണ്ടവരാണ്, അപകടകാരികളാണ് എന്ന വളരെ റോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ബാലൻ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലത്തെ മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ അത് അദ്ദേഹം പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങുകയാണെന്നുള്ളതാണ്. VS രഞ്ജിത്താണ് ചെയ്യുന്നത്. VS രഞ്ജിത്ത്, വിവാദ പ്രസംഗത്തിൽ ഇതാ വിശദീകരണമായി എത്തുന്നു KM ഷാജി. മാത്രമല്ല അത് മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ വർഗീയ പ്രചാരണം എന്ന രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന ഇടത് പ്രൊഫൈലുകൾക്കെതിരെ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. വിനിത, കഴിഞ്ഞ ദിവസം KM ഷാജി നടത്തിയ ഒരു പ്രസംഗം അത് ഇടത് സൈബർ ഇടങ്ങളിൽ തീയ വിരുദ്ധമായി അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് എതിരെ എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് തെക്കൻ കേരളത്തിൽ ഈഴവന്മാർ SNDPയുടെ തണലിൽ അവർ വലിയ തോതിൽ നേട്ടങ്ങൾ കൈവരിക്കുകയും വികസനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ വടക്കൻ മലബാറിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ തീയ സമുദായം CPMന് വേണ്ടി പണിയെടുക്കുകയും CPMന്റെ ഗുണ്ട ലിസ്റ്റിൽപ്പെട്ടവരാവുകയും ചെയ്തു. CPM തീയ സമുദായത്തിന്റെ പുരോഗമനത്തിന് പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അത് ഈഴവ വിരുദ്ധമല്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങൾക്കെതിരെ സൈബർ കേസ് കൊടുക്കാൻ, അതായത് വംശീയ വിദ്വേഷം, വർഗീയ വിദ്വേഷം, കലാപം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രചരണം നടത്തി എന്ന രീതിയിൽ കേസ് കൊടുക്കാനാണ് KM ഷാജിയുടെ തീരുമാനം. ഒപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ പറ്റിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ ആകെ അപകടകാരികളാക്കി ചിത്രീകരിക്കാനാണ് AK ബാലൻ ശ്രമിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി ശരിവെക്കുന്നത് ഇത് ഇടതു മുന്നണിയുടെയും CPMന്റെയും അജണ്ടയാണ് എന്നാണ് തെളിയിക്കുന്നത്. മാറാട് കലാപം ഒരിക്കലും ഓർമ്മിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു ചരിത്രത്തിന്റെ ഏടാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്നതും ഒരു പ്രത്യേക അജണ്ടയോട് കൂടിയാണ് എന്നും KM ഷാജി പറഞ്ഞു വെക്കുന്നു. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകി.